ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു I4CUT ട്രാക്ക്. സോ ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മിക്സ്ചർ ആൻഡ് അലഗേഷൻ എന്നുള്ളത്. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അല്ലേ മിക്സ്ചർ. ദെൻ അലഗേഷൻ എന്ന് പറഞ്ഞാൽ ആ മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ടോ അതിലധികമോ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രൊഡക്ട്സ് നമ്മൾ എടുക്കുന്നത് ഒരു നിശ്ചിത റേഷ്യോയിലായിരിക്കും അല്ലെ, നിശ്ചിത റേഷ്യോയിലായിരിക്കും ആ മിക്സ്ചറിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നത്. സോ ആ ഒരു റേഷ്യോ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് അലഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ മിക്സ്ചർ ആൻഡ് അലഗേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ വാട്ട് റേഷ്യോ a shopkeeper should mix the rice of Rs 60 per kg in the rice of Rs 50 per kg so that the amount of mixture become Rs 64 kg. So ഒരു ഷോപ്കീപ്പർ 60 per kg ഉള്ള ഒരു റൈസും ദെൻ 50 per kg ഉള്ള വേറൊരു റൈസും മിക്സ് ചെയ്തിട്ട് 64 per kg ഉള്ള വേറൊരു റൈസ് ഉണ്ടാക്കുകയാണ്. 50 per kg ഉള്ള റൈസും 60 per kg ഉള്ള റൈസും മിക്സ് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു? 64 per kg ഉള്ള ഒരു റൈസ് അയാൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു മിക്സ്ചർ ഏത് റേഷ്യോയിലാണ് അവരുണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചത്. അതായത് Rs 64 per kg യും Rs 50 per kg ഉള്ള റൈസ് ഏത് റേഷ്യോയിലാണ് എടുക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എഴുതുക. ആദ്യത്തെ റൈസ് ഏതാണ്? 60 per kg വരുന്നത്. ദെൻ രണ്ടാമത്തെ റൈസ് എന്ന് പറയുന്നത് 50 per kg എന്ന് പറയുന്നത്. ദെൻ മിക്സ്ചർ എന്ന് പറയുന്നത് 64 per kg ആണ് അല്ലെ. ദെൻ എന്ത് ചെയ്യാം? ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുമില്ല, വലുതെന്ന് ചെറുതങ്ങ് മൈനസ് ചെയ്യാം. ഓക്കെ, വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യാം. ഇതിൽ വലുത് ഏതാണ്? 64 ആണ് അല്ലെ. അപ്പൊ 64 - 64. ദെൻ 64 and 50. 64 and 50 ഏതാണ് വലുത്? 50 ആണ് അല്ലേ വലുത്. സോറി, 64 ആണ് വലുത്. അപ്പൊ 64 - 50 എന്ന് പറയുമ്പോൾ 14. അപ്പൊ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 14:4 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആയിരിക്കും അല്ലേ റേഷ്യോ. സോ എന്താണ് 14:4 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 14 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 and 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അപ്പൊ 7:2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇങ്ങനെയാണ് നമ്മൾ അലഗേഷൻ മെത്തേഡിലൂടെ റേഷ്യോ കണ്ടുപിടിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ വാട്ട് റേഷ്യോ എ വാട്ടർ ഷുഡ് ബി ആഡഡ് ഇൻ ദ മിൽക്ക് ഓഫ് Rs 28 per liter so that the value of mixture become Rs 21 per liter. അതായത് 28 per ലിറ്റർ ഉള്ള മിൽക്കിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യാണ്. വെള്ളം ആഡ് ചെയ്തിട്ട് 21 per ലിറ്റർ വരുന്ന മിൽക്ക് നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആദ്യം തന്നെ 28 per ലിറ്റർ ഉള്ള മിൽക്കും പിന്നെ എന്തുമാണ് ആഡ് ചെയ്യുന്നത്? വാട്ടർ ആണ് അല്ലെ ആഡ് ചെയ്യുന്നത്. വാട്ടർ എന്താണ്? കോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ വാട്ടറിന് നമുക്ക് എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. ദെൻ എത്രയാണ് മിക്സ്ചറിന്റെ വില? 21 per ലിറ്റർ ആണ്. ദെൻ നേരത്തെ പോലെ തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ വലുതെന്ന് ചെറുത് കുറയ്ക്കുന്നു. അപ്പൊ 28ഉം 21ഉം അതിൽ 28 ആണ് അല്ലെ വലുത്. അപ്പൊ 28 - 21 എന്ന് പറയുമ്പോൾ 7. ദെൻ 21ഉം 0ഉം 21 ആണ് വലുത്. അപ്പൊ 21 - 0 എന്ന് പറയുന്നത് 21. അപ്പൊ നമ്മളെ റേഷ്യോ എന്ന് പറയുന്നത് 21:7 ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. ദെൻ 21 ഡിവൈഡഡ് ബൈ 7 എത്രയാണ്? 3. 7 ഡിവൈഡഡ് ബൈ 7 1. അപ്പൊ 3:1 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് എ grocer mix 2 varieties of tea worth Rs 60 per kg and Rs 65 per kg so that by selling the mixture at Rs 68.20 per kg he may gain 10% എന്നാ പറയുന്നത്. അതായത് ഈ ഗ്രോസറി മിക്സ് ചെയ്യുന്ന ഏതൊക്കെയാണ്? Rs 60 per kg ഉള്ള ഒരു ടീയും ദെൻ Rs 65 per kg ഉള്ള ഒരു ടീയും ആണ് മിക്സ് ചെയ്യുന്നത്. ദെൻ അയാൾക്ക് അതിൽ നിന്ന് മിക്സ്ചർ എത്ര രൂപയുടെ മിക്സ്ചർ ആണ് കിട്ടുന്നത്? അയാൾക്ക് കിട്ടുന്ന മിക്സ്ചറിന്റെ കറക്റ്റ് വില ഇവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്നത് അയാൾ വിൽക്കുന്നത് 68.20 ഒക്കെയാണ് അയാൾ അത് വിൽക്കുന്നത്. അപ്പൊ അയാൾക്ക് ഉണ്ടാകുന്ന ഗെയിൻ എന്ന് പറയുന്നത്
10% ഗെയിനും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അയാൾ എന്താണ്, കുറച്ചൊരു പ്രോഫിറ്റ് ഇട്ടിട്ടാണ് അത് വിൽക്കുന്നത്. ഈ മിക്സ്ചറിന്റെ കറക്റ്റ് വിലയ്ക്കല്ല ഇയാൾ വിൽക്കുന്നത്, മിക്സ്ചറിന്റെ വിലയേക്കാൾ കുറച്ചുകൂടി പ്രോഫിറ്റ് ഇട്ടിട്ടാണ് വിൽക്കുന്നത്. 10% പ്രോഫിറ്റ് ഇട്ടിട്ടാണ് വിൽക്കുന്നത്. അപ്പൊ എത്രയാണ് കറക്റ്റ് കോസ്റ്റ് പ്രൈസ് നമുക്കറിയില്ല. അപ്പൊ ആദ്യം നമ്മൾ കാണേണ്ടത് കോസ്റ്റ് പ്രൈസ് എത്രയാന്നുള്ളതാണ്. അതായത് നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 100 പ്ലസ് P% ഡിവൈഡഡ് ബൈ 100. നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജും സെല്ലിംഗ് പ്രൈസും തന്നാൽ കോസ്റ്റ് പ്രൈസ് കാണാനും, കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെന്റേജും തന്നാൽ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെന്റേജും തന്നാൽ സെല്ലിംഗ് പ്രൈസ് കാണാനും യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ എന്താ കാണണ്ടേ, സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർസെന്റേജും തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കാണണം, കോസ്റ്റ് പ്രൈസ് കാണണം. അപ്പൊ കോസ്റ്റ് പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു, കോസ്റ്റ് പ്രൈസിന്റെ ഈ ഭാഗത്തോട്ട് കൊണ്ടുവന്നാൽ SP ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് P%. അതായത് SP എന്ന് പറയുന്നത് എന്താണ്, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 68.20 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് P%. 100 പ്ലസ് 10 എന്ന് പറയുന്നത് 110. സോ എന്തായിരിക്കും, CP ഈസ് ഈക്വൽ ടു 6820 ഡിവൈഡഡ് ബൈ 110, അതായത് 62. അപ്പോൾ അവര് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഈ മിക്സ്ചറിന്റെ കറക്റ്റ് വില, ആ പ്രോഫിറ്റ് കൂട്ടുന്നതിന് മുന്നേ ഉള്ള കറക്റ്റ് വില എന്ന് പറയുന്നത് എത്രയാണ്, 62 ആണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമുക്ക് റേഷ്യോ കാണണ്ടേ. ഓക്കെ, ദെൻ നമ്മൾ ഏതൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്, 60ന്റെയും 65 വരുന്ന ടീ ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ദെൻ നമ്മൾ എത്ര രൂപയുടെ മിക്സ്ചർ ആണ് അതിൽ ഉണ്ടാക്കുന്നത്, 62 രൂപയുടെ മിക്സ്ചർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ദെൻ എന്ത് ചെയ്യാം, വലുതെന്ന് ചെറുത് കുറയ്ക്കാം. അതായത് 62 മൈനസ് 60 എന്ന് പറയുമ്പോൾ 2 ആൻഡ് 62 മൈനസ് 65 മൈനസ് 62 എന്ന് പറയുന്നത് 3. അപ്പൊ 2:3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 2:3 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, in what ratio must a grocer mix two varieties of pulses costing Rs15 and Rs20 per kg respectively so as to get a mixture worth Rs16.50 per kg. അപ്പോൾ ഏതൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്, ഗ്രോസറി മിക്സ് ചെയ്യുന്നത് 15 per kgന്റെ ഒരു പൾസും ദെൻ 20 per kgന്റെ ഒരു പൾസും ആണ് മിക്സ് ചെയ്യുന്നത്. ദെൻ അയാൾക്ക് കിട്ടുന്ന എന്താണ്, 16.50 per kg വരുന്ന പൾസാണ് അയാൾക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്തത് എന്നാണ് നോക്കണ്ടേ. അപ്പൊ നേരത്തെ പോലെ തന്നെ നമ്മൾ അലഗേഷൻ മെത്തേഡിലൂടെ ചെയ്ത് നോക്കാം. ഇതെന്ത് കിട്ടും, 16.50 15 അതെന്ത് കിട്ടും, 1.50 കിട്ടും അല്ലെ. 16.50 മൈനസ് 15 എന്ന് പറയുമ്പോൾ 1.50 ആൻഡ് 16.50 മൈനസ് 20 മൈനസ് 16.50 ആണ് അല്ലേ ചെയ്യേണ്ടത്. അത് ചെയ്താൽ 3.50 കിട്ടും. അപ്പൊ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, 3.50 ഈസ് 1.50 ആണ്. പക്ഷെ നമുക്കറിയാം ഈ റേഷ്യോ ഒരിക്കലും ഇങ്ങനത്തെ ഫ്രാക്ഷൻ ആയിട്ട്, ഇങ്ങനെ പോയിന്റ് വരുന്ന സംഖ്യകളായിട്ട് നമ്മൾ എഴുതാറില്ല. അത് എപ്പോഴും ഒരു പൂർണ്ണസംഖ്യ ആയിട്ടാണ് നമ്മൾ എഴുതാറ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിന്റ്സ് ഒഴിവാക്കണം. പോയിന്റ്സ് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നോക്കുക, നമ്മൾ കിട്ടിയ ആൻസറിൽ പോയിന്റിന് ശേഷം ഏറ്റവും കൂടുതൽ എത്ര നമ്പർ ആണ് ഉള്ളതെന്ന്. അതായത് ഇവിടെയും 2 നമ്പർ ആണ് ഉള്ളത്, ഇവിടെയും 2 നമ്പർ ആണ് പോയിന്റിന് ശേഷം ഉള്ളത്. അപ്പൊ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനിയിപ്പോ ഇവിടെ 2 നമ്പർ ഉണ്ട്, ഇവിടെ 3 നമ്പർ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഏറ്റവും കൂടുതൽ ഏതാണോ വരുന്നത് അത്രയും 0 വരുന്ന അതിന് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ആണ് ഏറ്റവും കൂടുതൽ വരുന്നതെങ്കിൽ 1ഉം 2 0ഉം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പോയിന്റ് 2 സംഖ്യ മാറി അങ്ങോട്ട് വെക്കും. അതായത് ഇവിടേക്ക് ഇടുക, അതായത് 350 ആവും. 350 ഈസ് 150 എന്നാവും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് 10 കൊണ്ട് നമ്മൾ ചെയ്ത് നോക്കി. 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 35 ഈസ് 15 കിട്ടും അല്ലേ. 35 ഈസ് 15 കിട്ടും. ദെൻ 5 കൊണ്ട് ചെയ്ത് നോക്കാം. 35 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 7 ആൻഡ് 15 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ 7:3 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 7:3 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് റേഷ്യോ കിട്ടുന്ന സമയത്ത് ഇനി ഫ്രാക്ഷൻസ് ആണ് വരുന്നതെങ്കിൽ ഒരിക്കലും ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതരുത്. ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതാൻ നിങ്ങൾ എന്തായാലും നിങ്ങൾ ആൻസറിന്റെ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ അവിടെ കാണാൻ പോകുന്നില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്,
നിങ്ങൾ ജസ്റ്റ് അതിനൊന്ന് 100 കൊണ്ടോ എത്രയാണോ ഏറ്റവും കൂടുതൽ സംഖ്യ വരുന്നത് അതിന്റെ അത്ര 0 വരുന്ന സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ CP ഓഫ് ടൈപ്പ് 1 റൈസ് ഈസ് Rs 15 per kg ആൻഡ് കോസ്റ്റ് പ്രൈസ് ഓഫ് ടൈപ്പ് 2 റൈസ് ഈസ് Rs 20 per kg. If both type 1 and type 2 are mixed in the ratio 2:3, then find the price per kg of the mixed rice. അതായത് ഏതൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്? ടൈപ്പ് 1 റൈസും ടൈപ്പ് 2 റൈസും മിക്സ് ചെയ്തിട്ട് അയാൾക്ക് വേറൊരു മിക്സ്ചർ കിട്ടുകയാണ്. ആ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ 2:3 എന്നുള്ള റേഷ്യോയിലാണ് അവിടെ മിക്സ് ചെയ്യുന്നത്. ആ മിക്സ്ചറിന്റെ പ്രൈസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് ഇതുവരെ ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് 15 per kgയുടെയും ദെൻ 20 per kgയുടെയും റൈസ് ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ദെൻ മിക്സ്ചർ എത്ര രൂപയുടേതാണ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് M എന്ന് എഴുതാം. ദെൻ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. അപ്പൊ 2ഉം 3ഉം ഈ 2:3 ഇവിടെ അല്ല എഴുതണ്ടേ. റേഷ്യോ നമുക്ക് താഴെ കിട്ടുന്നതായിരുന്നു. നമുക്ക് താഴെ കിട്ടുന്ന സംഖ്യകളായിരുന്നു നമ്മൾ നേരത്തെ വരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് റേഷ്യോ എത്രയാണെന്നുള്ളത്. അപ്പൊ റേഷ്യോ എഴുതാം, ദെൻ അതിന്റെ പ്രൈസ് എഴുതാം, ദെൻ മിക്സ്ചറിന്റെ പ്രൈസ് ആണ് നമുക്ക് കാണേണ്ടത്. മിക്സ്ചറിന്റെ പ്രൈസ് എങ്ങനെയാ കാണാന്ന് വെച്ചാൽ 2:3 ആണ് റേഷ്യോ എന്ന് പറഞ്ഞു. അപ്പൊ 2/3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/3 എന്നുള്ളത് എന്തായിരിക്കും? 2 നമുക്ക് എങ്ങനെയാ കിട്ടുക? 2 നമുക്ക് കിട്ടുന്നത് 20 - m ചെയ്യുമ്പോഴാണ് അല്ലെ 2 കിട്ടുന്നത്. 20 - m ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോഴാണ്, വലുതെന്ന് ചെറുത് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുക? റേഷ്യോ കിട്ടുക. അപ്പൊ 20 - m എഴുതാം മുകളിലത്തെ ഇതിന്റെ. താഴത്തെ നമ്മൾ ഇതിൽ നിന്ന് വലുതെന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ തന്നെയാണ് എന്തും കിട്ടുക? 3ഉം കിട്ടുക. അത് നമ്മൾ എഴുതുന്നത് M - 15 എന്നാണ്. ബിക്കോസ് ഇത് ഏതും വരാം, M - 20യും വരാം, M - 50യും വരാം. അതുപോലെ തന്നെ 15 - m വരാം, 20 - m വരാം അല്ലെ. എന്തുകൊണ്ടാണ് അത്? നമുക്ക് M എത്ര എന്നുള്ളത് നമുക്ക് അറിയില്ല. വലുതെന്ന് ചെറുത് കുറയ്ക്കുക എന്നുള്ളതേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ദെൻ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2 × M - 15 ഈസ് ഈക്വൽ ടു 3 × 20 - m. അതായത് 2m - 30 ഈസ് ഈക്വൽ ടു എന്താണ്? 60 - 3m. ദെൻ 3m ഈ സൈഡിലോട്ട് കൊണ്ടുവന്നാൽ എന്താവും? 2m + 3m ഈസ് ഈക്വൽ ടു, ദെൻ ഇതിനെ ഈ സൈഡിലോട്ട് കൊണ്ടുപോയാൽ 60 + 30, അതായത് 5m ഈസ് ഈക്വൽ ടു 90. 5m ഈസ് ഈക്വൽ ടു 90 കിട്ടും. ദെൻ m എത്രയായിരിക്കും? 90 / 5. 90 / 5 എത്രയാണ്? 18 അല്ലേ. സോ 18 ആയിരിക്കും മിക്സ്ചറിന്റെ വില എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. അതായത് ഇവിടെ 18 നോക്കിയേ, ഇവിടെ 18 നോക്കിയാൽ 15ഉം 18ഉം. അപ്പൊ 18 - 15 എന്ന് പറയുന്നത് 3 ആണ്. ദെൻ 20ഉം 18ഉം. 20 - 18 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മിക്സ്ചറിന്റെ വില നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മിക്സ്ചർ ആൻഡ് അലഗേഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് മിക്സ്ചർ എന്നും എന്താണ് അലഗേഷൻ മെത്തേഡ് എന്നും അറിഞ്ഞിരിക്കുക. ദെൻ കാണാനുള്ള ആ ഒരു മെത്തേഡും അറിഞ്ഞിരിക്കുക. ഓക്കെ, then bye bye.